ഗോപികൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഗോപി, ഇതിപ്പോൾ സംഘടിതമായി ആസൂത്രിതമായി ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. അപ്പോൾ ഈ പലരും അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് നടപടി, അതിന് തൊട്ടു പിന്നാലെ സിംഗിൾ ബെഞ്ചിലേക്ക് ഹർജി വരുന്നു. മുകുൾ റോത്തക്കിയെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകൻ, അമിത് സിബലിനെ പോലൊരു അഭിഭാഷകൻ, അവരോടൊപ്പം ഒരു വലിയ അഭിഭാഷക സംഘമൊക്കെ ഹാജരാകുമ്പോൾ അത്തരം ആക്ഷേപം ഉന്നയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അല്ലേ? അതെ വിജയകുമാർ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിനി കോടതിയെ സമീപിക്കുമ്പോൾ, അതായത് സിംഗിൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട രഞ്ജിനി ഉന്നയിച്ച ഒരു വാദം, തൻ്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടും, താൻ പറഞ്ഞിട്ടുള്ള മൊഴികളൊന്നും അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തുവിടില്ല, ഈ ഒരു ഉറപ്പ് നേരത്തെ തന്നെ ഹേമ കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് താൻ ഈ വിവരങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. അപ്പോൾ താൻ നൽകിയിരിക്കുന്ന മൊഴി ഏത് രൂപത്തിലാണ് ഈ റിപ്പോർട്ടിൽ വരാനിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴി നൽകിയ ആളെന്ന നിലയിൽ അത് ഏത് തരത്തിൽ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശവും തനിക്കുണ്ട്. ഈ വാദമാണ് ഇന്ന് കോടതി മുൻപാകെ രഞ്ജിനിയുടെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്നത്. ആ അവകാശത്തെ കോടതി മാനിക്കുന്നുണ്ട്. പക്ഷേ അത് തീരുമാനിക്കും വരെ റിപ്പോർട്ട് പുറത്തു വരുന്നത് 21-ാം തീയതി വരെ മാറ്റിവെക്കണം എന്ന രഞ്ജിനിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം, ഇതിൽ അപ്പീലുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം, ഈ ഹർജി അങ്ങോട്ട് പോകട്ടെ എന്നൊരു നിലപാട് കോടതി സ്വീകരിച്ചത്. ഇന്ന് തന്നെ, അതായത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഹർജി നൽകാമെങ്കിൽ അത് ഇന്ന് തന്നെ പരിഗണിക്കും എന്ന് കോടതിയിൽ നിന്നൊരു ഉറപ്പും കിട്ടി. അതിനെ തുടർന്നാണ് രഞ്ജിനി ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് പിന്നിൽ ആരുടെയൊക്കെ കൈകളുണ്ട്, എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തു വരുന്നതിൽ ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഇത്ര വലിയ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. എസ് ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഇനി അറിയാനുള്ളത് കോടതി നടപടികളുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ്. എനിക്ക് തോന്നുന്നു നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, കേസ് പരിഗണിക്കുന്നത് നിലവിൽ ഇപ്പോൾ നേരത്തെ വൈകിയിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ജസ്റ്റിസ് വി ജി അരുൺ ഈ കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അമിത് സിബലാണ് ആദ്യം വാദമുന്നയിച്ചത്. ഹർജി സമർപ്പിച്ച കാര്യം നടി രഞ്ജിനിക്ക് തിരിച്ചടി ഇപ്പോൾ വരുന്ന വാർത്ത അതാണ്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഒരുപക്ഷെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഈ ഹർജി, ഈ അപ്പീൽ പരിഗണിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ 2:30 മണിക്ക് 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തേക്ക് വരും. വിവരാവകാശ നിയമപ്രകാരം 5 പേരായി റിപ്പോർട്ടിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട്. അവരിലൂടെ ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നു. മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്നതിന്റെ വലിയ ഒരു ഭാഗം വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തു വരുന്നതിനെ ഭയപ്പെടുന്നവർ ആരൊക്കെ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് നടി രഞ്ജിനി കോടതിയിൽ പോയതെന്ന ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ താൻ മൊഴി നൽകിയ ആളെന്ന നിലയിൽ താൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ രഹസ്യ സ്വഭാവം, അതിന്റെ സ്വകാര്യത പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തുമെന്ന ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടരുത് എന്നതായിരുന്നു രഞ്ജിനിയുടെ ആവശ്യം. പക്ഷെ അത് പരിഗണിച്ചിട്ടില്ല. ഹർജി കോടതി പരിഗണിച്ചിട്ടില്ല. ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നു. വിജയകുമാർ, ഹർജി പരിഗണിക്കുന്നില്ല സിംഗിൾ ബെഞ്ച്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലെ നിയമ തടസ്സങ്ങൾ ഇവിടെ ഒഴിവാക്കപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിലൊരു ഇടക്കാല സ്റ്റേ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ സിംഗിൾ ബെഞ്ചിന് മുൻപാകെ നടി രഞ്ജിനി നൽകിയ ഹർജിയിൽ കോടതി സിംഗിൾ ബെഞ്ച് ഈ ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല, സ്റ്റേ നൽകിയിട്ടില്ല, നിയമപരമായി ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ ഹർജി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയത്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ഇടപെടൽ കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നില്ല. ജസ്റ്റിസ് വി ജി അരുൺ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിനിക്ക് ഹർജി നൽകാൻ അവകാശമില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ തുടക്കത്തിൽ തന്നെ അവരുടെ എതിർ വാദം കോടതിയിൽ ഉയർത്തിയിരുന്നു. അതിനുശേഷം വിശദമായ ഒരു വാദവും ഇന്ന് ഈ വിഷയത്തിൽ കോടതിയിൽ നടന്നിട്ടില്ല. ഈ ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്ന് രഞ്ജിനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതിനുശേഷം പിന്നീട് സിംഗിൾ ബെഞ്ച് ചില പരാമർശങ്ങൾ ആമുഖമായി നടത്തി. ആ ഘട്ടത്തിലാണ് വിവരാവകാശ കമ്മീഷൻ ഇതിൽ ഇത്തരമൊരു ഹർജി നൽകാൻ ഹർജിക്കാരിക്ക് നിയമപരമായ റൈറ്റ് ഇല്ല എന്ന് സൂചിപ്പിച്ചത്. സ്റ്റേ, ഒരു ഇടക്കാല സ്റ്റേ ആണ് അവിടെ കോടതിയിൽ അവർ ആവശ്യപ്പെട്ടത്. അത് കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റേ ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വരുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടലില്ല. നിയമപരമായി
ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇപ്പോഴില്ല. ഇനിയും 14 മിനിറ്റുകൾ കൂടിയേ ഉള്ളൂ. ആ സമയത്തേക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിന് നിയമപരമായി ഒരു പ്രശ്നവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ സിംഗിൾ ബെഞ്ച് ആ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിക്കുന്നു, സ്റ്റേ നൽകാൻ തയ്യാറല്ല, ഇടക്കാല ഉത്തരവിറക്കാൻ തയ്യാറല്ല. എന്തെങ്കിലും ഒരു തുടർ നടപടി, വിശദമായ വാദം കേൾക്കുമോ എന്ന് പോലും നമുക്ക് അറിയില്ല. ഏതായാലും വിവരാവകാശ കമ്മീഷൻ രഞ്ജിനിക്ക് ഇത്തരം ഒരു ഹർജി നൽകാൻ നിയമപരമായി കഴിയില്ല എന്ന് കോടതിയെ അറിയിക്കുന്നു. മുതിർന്ന അഭിഭാഷകരൊക്കെ ഇന്ന് ഹാജരായിരുന്നു. മുകുൾ റോത്തക്കിയെ പോലെയൊക്കെയുള്ള അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. പക്ഷേ അവരുടെ വാദത്തിനുള്ള അവസരം പോലും അവിടെ ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ കോടതി അക്കാര്യത്തിൽ കോടതിയുടെ നിയമപരമായ നിലപാട് വ്യക്തമാക്കി. വളരെ വിശദമായി സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചതാണ്, ഈ ഹർജി പരിഗണിച്ചതാണ്. ഇതിലെ സ്വകാര്യത സംബന്ധിച്ചുള്ള വിഷയത്തിൽ ദിവസങ്ങളോളം നീണ്ട വാദമുണ്ടായിരുന്നു. അതുവരെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കോടതി തന്നെ ഒരു ഇടക്കാല ഉത്തരവിൽ തടഞ്ഞതാണ്. പിന്നീട് അങ്ങനെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തടസ്സമില്ല എന്നും ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് 81 മുതൽ 106 വരെയുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ 165 മുതൽ 196 വരെയുള്ള പേജുകളിലെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതി അതിലെ നിയമപരമായി അതിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ വീണ്ടും അതേ വിഷയം ഉയർത്തുമ്പോൾ കോടതിക്ക് സ്വാഭാവികമായും അത് പരിഗണിക്കാവുന്നതാണ്. അത് പരിശോധിച്ച് അതിൽ കഴമ്പില്ല, ഇത് പരിഹരിച്ച പ്രശ്നമാണെന്ന് ഉറപ്പായും പറയാവുന്നതാണ്. ഈ മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് ഉടൻ കൈമാറും. സാംസ്കാരിക വകുപ്പ് SPIO ചേംബറിൽ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. 2:30 തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടും. നിയമപരമായി ഒരു തടസ്സവുമില്ല. ശ്രീകാന്ത്, എന്താണ് കോടതിയിൽ സംഭവിച്ചത്? വേഗത്തിൽ കോടതി നടപടിയുടെ വിശദാംശങ്ങളിലേക്ക്. 1:45 കേസ് പരിഗണിക്കും എന്ന് പറഞ്ഞു. 2 മണിയോടുകൂടി ജഡ്ജ് VG അരുൺ 2 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചേംബറിലേക്ക് എത്തി. അതിനിടെ രഞ്ജിനിയുടെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ അദ്ദേഹം തൻ്റെ കക്ഷി ഈ ഹർജി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കോടതി മുമ്പാകെ അറിയിച്ചു. ഹർജി സമർപ്പിച്ച കാര്യം സിംഗിൾ ബെഞ്ചിനെ അറിയിക്കുകയുണ്ടായി. തുടർന്ന് വിവരാവകാശ കമ്മീഷൻ രഞ്ജിനിക്ക് ഈ ഹർജി സമർപ്പിക്കുന്നതിന് അവകാശമില്ല എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ ഹർജിയിന്മേൽ വിശദമായ വാദം കേട്ട് തീരുമാനമെടുക്കും വരെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന് രഞ്ജിനിയുടെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ ആവശ്യമുന്നയിച്ചു. പക്ഷേ സ്റ്റേ ആവശ്യം കോടതി തള്ളി. സ്റ്റേ ഇല്ല, റിപ്പോർട്ട് പുറത്തുവരും. നിയമ തടസ്സങ്ങളെല്ലാം മാറി. അവരുടെ ഭാഗം ഒരു പക്ഷേ പിന്നീട് കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പരിഗണിച്ചതുകൊണ്ടും വലിയ കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അടിയന്തര സ്റ്റേ വേണം എന്ന രഞ്ജിനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ, അതിനുള്ള ശുപാർശകൾ, അവരുടെ പഠന വിവരങ്ങൾ ഒക്കെ തന്നെ 2:30 പുറത്തു വരാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. കോടതിയിൽ നിന്നുള്ള നിയമ തടസ്സങ്ങൾ എല്ലാം തന്നെ മാറി. അവർക്കായി രഞ്ജിത്ത് മാരാർ കോടതിയിൽ ഹാജരായി അവരുടെ ഭാഗം അവതരിപ്പിച്ചു.